ഹായ് മച്ചാമാരെ, നമ്മുടെ ഇന്നത്തെ യാത്ര ബദ്രിനാഥിലേക്കാണ്. ബദ്രിനാഥിലെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോയിൽ ഞാൻ അധികം വോയിസ് ഓവറൊന്നും കയറ്റിയിട്ടില്ല കേട്ടോ. കണ്ട് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ये बद्रीनाथ से हाँ ये बद्रीनाथ से ഇത് ബദ്രിനാഥിൽ നിന്ന് വന്ന ഗംഗ അളകനന്ദാണ്. അളകനന്ദ റിവർ. ഇപ്പുറത്ത് ധോലി ധോലി ഗംഗ. ഓക്കെ, അത് കേദാർനാഥ് वो बॉर्डर से आ रही, बॉर्डर से नित्य बॉर्डर है. നിത്യ ബോർഡർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ രണ്ട് നദികളും വന്ന് നിൽക്കണ സ്ഥലമുണ്ട്. അവിടെ ഒരു അമ്പലം. കേദാർനാഥിൽ നിന്ന് രാവിലെ തുടങ്ങിയ യാത്ര വൈകിട്ടായപ്പോഴാണ് ഞങ്ങൾ ബദ്രിനാഥ് എത്തിയത്. അവിടെ റൂമെടുത്ത് കിടന്നുറങ്ങി പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. ഏറ്റവും പ്രോട്ടീൻ അടിക്കാൻ ടെസ്റ്റ് ഉണ്ട്. राजीव जी. हाँ सर. Come on. दर्शन करो. इतना भीड़ हाँ जिलेबी. ₹100 हम
बहुत अच्छी आई है ओके भाई नाम क्या है यूट्यूब में आपका हाँ? नाम क्या है आपका फोन तो मेरा डिस्प्ले गया है रहने वाले कहाँ से मंडे वाले क्या इधर इधर തിളച്ച വെള്ളം ഉണ്ട് തിളച്ചിരിക്കണേ. ആൾക്കാർക്ക് തൊടാൻ തന്നെ പേടിയാണ്. കോരി തണുപ്പിച്ചിട്ടൊക്കെയാണ് കുളിപ്പിക്കണത്. നല്ല തിളച്ച വെള്ളം. बोलना ദർശനത്തിന് വേണ്ടിയുള്ള ക്യൂ വേണ്ടത്. അങ്ങോട്ടേക്ക് ക്യാമറ അലൗഡ് അല്ല. ये तो टिक्का वगैरह पूछना है ना चूक क्या होगा तुम ഞാനിപ്പോൾ നിൽക്കുന്നില്ലേ ഫസ്റ്റ് ഇന്ത്യൻ വില്ലേജിലാണ്ട. വിശ്വസിക്കോ? കാണിച്ചരാ ഗൈസ്. കണ്ട ഫസ്റ്റ് ഇന്ത്യൻ വില്ലേജ് മനയിലാണ്ടാ നിൽക്കണ. ബദ്രിനാഥിൽ നിന്നും 3 കിലോമീറ്റർ ഇപ്പുറത്താണ്ട ഈ ഒരു വില്ലേജ്. ചെറിയൊരു വില്ലേജാണ്. പിന്നെ ആ മലകൾക്കപ്പുറം ചൈന ബോർഡറാണ്. നവംബർ മാസത്തിൽ ഈ മന വില്ലേജ് അടച്ചിടോട്ടാ. ഈ റോഡിലൊക്കെ മൊത്തം മഞ്ഞായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, ഇവരെല്ലാം ജോഷിമട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആവട്ടാ. പിന്നെ മഞ്ഞൊക്കെ മാറിക്കഴിയുമ്പോഴാണ് ബദ്രിനാഥിലോട്ട് അവർ തിരിച്ച് പിന്നെ മനയിലേക്ക്, അതായത് ഇന്ത്യൻ ഫസ്റ്റ് വില്ലേജ്. ഒരു വില്ലേജ് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. ഓ, എന്തോ ഒരു ലഡു എന്നാ പറഞ്ഞ വൃക്ഷം. ആ ഒരു വില്ലേജ് ഫുള്ള് ഇതാണ്ടാ കണ്ടാ. നല്ലോണം സൂം ചെയ്താണ്ട് എടുക്കണത്. അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കറങ്ങി പോകണം. അങ്ങോട്ടേക്ക് ഞങ്ങൾ പോകണില്ല കേട്ടോ.